എന്റെ അടുത്ത് സാബ് ഗുരു കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണെന്നറിയോ? സിറ്റി ഭരിക്കുന്നത് ചന്ദ്രബോസും മുച്ചിറി ബോസും ആണെന്ന്. അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ മുച്ചിറി ബോസേ? ഇല്ല. ഇല്ലേ? അപ്പൊ നിനക്കൊരു പവർ ഇല്ലെന്നാണ് നീ പറഞ്ഞു തരുന്നേ? അല്ല, അങ്ങനല്ല. ചന്ദ്രനായിട്ട് പവർ ഉണ്ട് ഇപ്പൊ എനിക്ക്. ചന്ദ്രനായിട്ട് ചന്ദ്രനെക്കാട്ടിലും പവർ ഉണ്ടെന്ന്. ആ, ഓക്കെ 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 ഓക്കെ. അത് വെച്ച് 3 റീൽ ഇറങ്ങിയെന്ന്. റീൽ ഇറങ്ങിയോ? ഒന്നേ ഇറങ്ങിയിട്ടുള്ളൂ, ഒന്ന്. ഓ, അത് നീ ജയിപ്പിച്ചത് തന്നെ. 2 ജയിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടോ? 2 ജയിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഉടനെ വരുമെന്ന്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. ഇത് നമ്മുടെ വീഡിയോ അല്ല കേട്ടോ, ഇത് വേറെ, ഇത് ഗെയിമർ വെക്കെന്ന് പറയുന്ന പയ്യൻ ചെയ്തതാ. നമ്മുടെ വീഡിയോ വരുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങളെ വേറെ ആരോട് കാണിച്ചു തരാം. ടിവിയുടെ പാട്ട് കംപ്ലീറ്റ് ആയി. അവൻ റെയിനു നമുക്ക് ഇന്നലെയാണ് ഫുൾ സൈസ് ഹാൻഡ് ഓവർ, ഫുൾ പാട്ട് ഹാൻഡ് ഓവർ ചെയ്തത്. ഇത് നമ്മുടെ TV vs MRC വീഡിയോക്കകത്തായിരിക്കും ഇത് വരുന്നത്. ഇതൊരു സാധനം. ക്യൂട്ട് ബോയ്. അപ്പൊ നമുക്ക് കാണാം. തന്തയില്ലാത്തവരെ എന്താ നമുക്ക് തന്ത ഇല്ലെന്ന് പറയും, മനസ്സിലായ? എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? കൊള്ളാറ്റിലുള്ള ഏതോ മാപ്പിളയില്ല നിന്റെ തന്ത. SRKയുടെ കണ്ണിലെ തീഷ്ണത കണ്ടോ നിങ്ങളായാലും? നീ പോയി അവനെ തീർത്ത് തലയെടുത്തുണ്ടോ? അയ്യോ, ഈ വണ്ടി അതൊരു 1.5 വണ്ടിയാണ് അത്. അത് അന്ന് മോൺസ്റ്ററിന്റെ സ്പോൺസർഷിപ്പ് കൂടെ ഉള്ള സമയത്താണ് ആ വണ്ടി വന്നത്. ഓർമ്മയുണ്ടോ നിങ്ങക്ക്? മനസ്സിലായ? മണിയൊക്കെ നിന്റെ വീട്ടിൽ അതെന്ത് ഡയലോഗ് ആയിരുന്നു. തിരുവോസൊക്കെ ഉണ്ടല്ലോ. ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. പേരെന്തായിരുന്നു? ബ്രോക്കൺ. ഈ വർഷത്തെ ഏറ്റവും നല്ല വള്ളിക്കുള്ള അവാർഡ് ഉടനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അവാർഡ് ഉടനെ കൊടുക്കണം. അത് ബ്രോക്കൺ. ഏത് ബ്രോക്കൺ? എന്താ ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? പണ്ടുണ്ടേ അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ, പണ്ടുണ്ടായ ബ്രോക്കണാണോന്നല്ലേ ഞാൻ ചോദിച്ചത്. ബ്രോയ്ക്ക് ഇപ്പൊ കേൾക്കാണെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെവിക്ക് പ്രശ്നമില്ല. എന്ത് മാന്യമായ പെരുമാറ്റോടാ ചൂടിന്റെ. ചൂട് നോക്കിയാ ഒന്നോട് കേട്ടോ, അതൊന്ന് കേട്ടോ, അതൊന്ന് കേട്ടോ. അത് എന്ത് ഇതിലും മാന്യമായിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റൂല. ഒരു വള്ളി എടുക്കുന്ന ഒരാൾക്ക് ഇതിലും മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അത് കേട്ട് നോക്കണേ. ഉണ്ടായ ബ്രോക്കണാണോ? അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ, പണ്ടുണ്ടായ ബ്രോക്കണാണോന്നല്ലേ ഞാൻ ചോദിച്ചത്. ബ്രോയ്ക്ക് ഇപ്പൊ കേൾക്കാണെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെവിക്ക് പ്രശ്നമില്ല. പണ്ട് കുറെ അടികൊണ്ട പ്രശ്നം. നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ. പേരെന്താ ബ്രോന്റെ പേരെന്താ? എന്റെ ലോലൻ. എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാ? ബെല്ലാരിയിൽ അടികൊണ്ടല്ലോ. നീ ഇപ്പൊ എന്നെ ബെല്ലാരിയിൽ എപ്പ അടിച്ച്? നീ എന്നെ ബെല്ലാരി അടിച്ച ഒരു സാധനം കാണിച്ച അവന്റെ സപ്രഷൻ കാരണം പകുതിയില്ല. എന്നിട്ടാ വെസ്ഡാലോ അടിക്കണ നോക്ക് കേട്ടാ. ആൾക്കൊന്നും കേൾക്കില്ല. നീ ബെല്ലാരി എപ്പ അടിച്ചു? ഇങ്ങനെയാണ് MRC ബ്രോക്കൺ. ആ പുറത്തിറങ്ങി അവനെ അടിച്ചിട്ടേ പോണം. ബ്രോക്കന്റെ അടുത്തൊന്ന് വരാൻ പറയൂ. ഇതൊന്നും വേണ്ട.
വലിയ അണ്ണന്മാരെത്തി കേട്ടാ. വീഡിയോ ഈസ് ഫോർ എന്റർടൈൻമെന്റ്. അവൻ പണയാ. സിറ്റുവേഷൻ തുടങ്ങിയ ആളാരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ. അടിക്കാനാണ് ഇവൻ എന്നാ പിന്നെ സിറ്റുവേഷൻ എടുത്തോ, പിന്നെ വേറെ നോക്കണ്ട. ഈ സീൻ കാണുമ്പോഴേ ചിരി വരുമായിരിക്കും. ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ തോന്നി ദിവസം കാണിക്കണേ. ചന്ദ്രൻ അടിക്കുന്നുണ്ട്. അടുത്തതിന് മുമ്പ് ഓക്കെ TV ഹിറ്റാച്ചി അവിടെ റഷ്യൻ ടിഎൻഎല്ലാം ഓണാക്കി. ജൂഡ് അവിടെ അടുത്ത റഷ്യൻ സ്പീഡനോട് ഓണാക്കിയിട്ടുണ്ട്. മെസ്ബോയ് ഗോക്ക് അവിടെ ഇരിച്ചിട്ട് ഓക്കെ ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു എനിക്ക് തോന്നുന്നു ക്വാർട്ടർ മാത്രമേ ഉള്ളൂ. എമർസൺ ക്വാർട്ടർ ഒറ്റയ്ക്ക് ക്വാർട്ടർ ഡൗൺ. മെസ്ബോയ് ഗോക്കു ആണ് ക്വാർട്ടറിന്. ഹിഡൻ ഡീറ്റെയിലിംഗ് ആരെങ്കിലും ശ്രദ്ധിക്കണേ. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞു നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാൽ അവൻ കുറെ കൊതിച്ചതായിരുന്നു. ഞാൻ നിന്നെ താഴെ ഇറക്കും. റീലും റിയലും തമ്മിലുള്ള വ്യത്യാസം. അതെ, റീവാർ മംഗലശ്ശേരി കുറുപ്പ് ഡൗൺ വീട്ടിലും കളി 1v3 അലക്സ് ഡൂർ സാവേജ് ഡോ മറുസൈഡ് 3 പേര് ബാലൻസ്. TV ഓൾ ഡൗൺ. തോറ്റാലും ജയിച്ചാലും ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. കല്യാണം ചപ്പാത്തി കല്യാണം ചപ്പാത്തി അറിയാത്തവർക്ക് പറഞ്ഞുതരാം. പ്രീവാർ ജയിച്ചോ ഇനീഷ്യലി ജയിച്ചോ അതൊന്നല്ല നമ്മുടെ സിറ്റിയിൽ നോക്കുക. വാർ ആര് ജയിച്ചു അറ്റ് ദ എൻഡ് നമ്മളൊരു ടൂർണമെന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു മാച്ചോ അല്ലെങ്കിൽ നിങ്ങൾ IPL അത് കണ്ടു കഴിഞ്ഞാൽ സെമിയിൽ ആര് ജയിച്ചു ക്വാർട്ടർ ഫൈനൽ ആര് ജയിച്ചു എന്നല്ല നോക്കുക. ഫൈനല് കപ്പ് ആര് തൂക്കി ഫൈനൽ ആരെടുത്തു അതേ നോക്കുള്ളൂ. അവിടെ ഇനീഷ്യൽ ആര് ജയിച്ചു
പ്രീ വാർ ജയിച്ചു അതൊന്നും നോക്കില്ല. അത് നിങ്ങൾ ഞാൻ- വാർ എടുത്തെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഇതാണ്. അപ്പോൾ റൺലെസ് നിങ്ങൾ വാർ എടുക്കാത്ത പക്ഷം, അല്ലെങ്കിൽ വാർ ഫൈനൽ വാർ നിങ്ങൾ തോക്കാത്ത ജയിക്കാത്ത പക്ഷം അത് സ്റ്റിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതില്ല, അല്ലെങ്കിൽ അത് TV ആണ് അവിടെ ക്ലിയർ വിന്ന്. ഓവർ കോൺഫിഡൻസ് വേണ്ട, അത് നല്ലതല്ല. ഉറപ്പ് വന്നതോടുകൂടി അങ്ങോട്ട് ചിന്തകൾ നമുക്ക് ഇവിടെ കുത്തിയടിച്ച് അടിച്ചാ പെട്ടെന്ന് വന്നിട്ട് ആ വണ്ടി പിക്ക് ചെയ്തരാ, പിക്ക് ചെയ്ത് പെട്ടെന്ന് തിരിച്ചു പോകും. മൂന്നാമത്തെ പിക്ക് ഈ രണ്ടാമത്തെ പിക്കാണ് നോക്കി, രണ്ടാമത്തെ പിക്ക് നോക്കിക്കോണം. അവൻ 3 ടെപ്പ് ആണോ ശരിക്കും നോക്കുന്നത്? അത് എനിക്ക് പെട്ടെന്ന് അവൻ എടുത്ത് അവര് വണ്ടി എടുത്ത് പോയി. ഇറ്റാച്ചി വണ്ടി എടുത്ത് പോയി. ഇറ്റാച്ചി അവിടെ ബുള്ളിനെ എടുത്തതും വണ്ടി എടുത്ത് തിരിച്ചു പോയി. എടാ നൈസ് കളി കളിച്ചോണ്ടിരിക്കുന്നു. ജുഗിർ അവിടെ അലക്സ് എടുത്തു. ഓ ഇവിടുന്ന് ഫ്ലാങ്ക് വന്ന് അടിക്കുന്നുണ്ട്. ബട്ട് കടകളുടെ ഉണ്ടാവും. രണ്ടുപേരും ഒന്ന് 10 പേരുടെ ബാക്കിൽ കുത്തിയേക്കും ഫ്ലാങ്ക്. തിരിച്ച് ഞാൻ പറഞ്ഞു, തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് ഇവിടെ കേട്ടോ. ഈ മാർക്ക് കാണുന്നുണ്ടോ? ആഹാ, ചാറ്റിൽ ഒരുപാട് കരച്ചിലുണ്ടല്ലേ ഏറ്റവും കൂടെ. ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ആണോ? കുറച്ചുകൂടെ ബാക്ക് അടിച്ചിട്ട് പ്ലേ ഒന്നുകൂടെ. അവര് വണ്ടി എടുത്ത് പോയി. ഇറ്റാച്ചി വണ്ടി എടുത്ത് പോയി. ഇറ്റാച്ചി അവിടെ ബുള്ളിനെ എടുത്തതും വണ്ടി എടുത്ത് തിരിച്ചു പോയി. എടാ നൈസ് കളി കളിച്ചോണ്ടിരിക്കുന്നു. ജുഗിർ അവിടെ അലക്സ് എടുത്തു. ഓ ഇവിടുന്ന് ഫ്ലാങ്ക് വന്ന് അടിക്കുന്നുണ്ട്. ബട്ട് കടകളുടെ ഉണ്ടാവും. തിരിച്ച് ഞാൻ പറഞ്ഞു, തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് ഇവിടെ കേട്ടോ. ഈ മാർക്ക് കാണുന്നുണ്ടോ? തിരിച്ച് കുത്തിക്കോ. ഞാൻ പറഞ്ഞത് കുത്തി അറിയാ. ഒരു ഡസ്റ്റോന്റെ 5ാമത്തെ പിക്ക്. മനസ്സിലായോ? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ വീട്ടില് മനസ്സിലായോ? ഞാനൊരു കാര്യം പറയാം. ഞാനിങ്ങനെ പറയുകയാണ്, അതായത് ഈ 5 ഇയേഴ്സും ഞങ്ങള് കുറെ അപ്പ് ആൻഡ് ഡൗൺസ് ഞങ്ങൾക്ക് ആർപ്പിക്കകത്തും അല്ലാണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ ഒന്നും വീഴാതെ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ നിൽക്കും, ഇനിയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും.
അത് നീയൊക്കെ ഇനി ഇപ്പൊ പേരിട്ടിറങ്ങി വന്ന ഗ്യാങ്ങില്ലേ അതേലത്തെ ഒരു 10 എണ്ണം കൊണ്ടുവന്നാൽ നടക്കത്തില്ലടം. എന്റെ അമ്മ പണ്ടത്തെ ഓജി. ഓഹോ, എല്ലാവർക്കും ഉണ്ടല്ലോ, നീലിനൊക്കെ എൻട്രി ഉണ്ടല്ലോ. ഓ, വി ഗോട്ട് എ ബിഗർ ഫാമിലി ബ്രോ. നോക്ക്, ആ ആദ്യത്തെ ആ ടർഫിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളൊരു 10-12 പേര് ഇത് എവിടെ വന്നു നോക്കിയേ. Legacy was built, not purchased. അത് കുഴപ്പമില്ല. അമ്മോ, എടി കാട്ടിലുണ്ടാ? ഇതെന്താ നീല കാട്ടിലുണ്ടാ? ഇവ എന്തിനാ അടിക്കുന്നേ? എടാ നീ വണ്ടി കോടല്ല തീട്ടവാ. അതാരാ അത്? ഇത് കഴിഞ്ഞിട്ടുണ്ട്. അടിക്കണം. ഇതൊരു ലെജൻഡറി ഓഡിയോ ആട്ടോ. ഇത് ലെജൻഡറി ഓഡിയോ ആണ്. ഇത് മോനെ ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. നൈസറാ, അടിപൊളിയാടാ, നല്ല വീഡിയോടാ, കിടിലം. കൊള്ളാടാ, കൊള്ള, അടിപൊളി. നൈസ്, കൊള്ളാം. ടിവിനെ അടിക്കും.